നമസ്കാരം. ഭാരതത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും ഭീഷണിയാകുന്ന വിധത്തിൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര ശൃംഖലകളുമായി ബന്ധം പുലർത്തുകയും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത 2 യുവാക്കളെ ഉത്തർപ്രദേശ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അഥവാ UPATS അറസ്റ്റ് ചെയ്ത സംഭവം രാജ്യത്തിൻ്റെ സുരക്ഷാ രംഗത്തെ അതീവ ഗൗരവകരമായ ഒരു വെല്ലുവിളിയെയാണ് വെളിപ്പെടുത്തുന്നത്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ISI ഹാൻഡലർമാരുടെയും അധോലോക സംഘങ്ങളുടെയും നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം രാജ്യത്ത് അരാജകത്വം വിതയ്ക്കുവാൻ പദ്ധതിയിട്ടിരുന്ന തുഷാർ ചൗഹാൻ എന്ന ഹിസ്ബുള്ള ഖാൻ, സമീർ ഖാൻ എന്നിവരെയാണ് ATS പിടികൂടിയത്. ഇരുവർക്കും വെറും 20 വയസ്സ് മാത്രമാണ് പ്രായം എന്നത് വിദേശ ഭീകര സംഘടനകൾ ഇന്ത്യൻ യുവാക്കളെ എപ്രകാരമാണ് റാഡിക്കലൈസേഷനിലൂടെ തീവ്രവാദത്തിൻ്റെ പാതയിലേക്ക് ആകർഷിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. തുഷാർ ചൗഹാനും സമീർ ഖാനും പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഷഹ്സാദ് ഫട്ടി എന്ന ഗ്യാങ്സ്റ്ററുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായി ATS നടത്തിയ ചോദ്യം ചെയ്യലിൽ തെളിഞ്ഞു. സാധാരണഗതിയിലുള്ള ആശയവിനിമയ മാർഗങ്ങൾക്ക് പകരം എൻക്രിപ്റ്റ് ചെയ്ത ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇവർ നിർദ്ദേശങ്ങൾ കൈമാറിയിരുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ ആയുധമാക്കി യുവാക്കളിൽ തീവ്രവാദ ആശയങ്ങൾ കുത്തിവയ്ക്കുവാനും റിക്രൂട്ട്മെൻറ്റ് നടത്തുവാനും ഇവർ ശ്രമിച്ചിരുന്നു. പിടിയിലായ ഇവരിൽ നിന്ന് തോക്കും വെടിയുണ്ടകളും കണ്ടെടുത്തത് ഇവരുടെ ലക്ഷ്യം കേവലം സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണം മാത്രമായിരുന്നില്ലെന്നും മറിച്ച് വലിയ തോതിലുള്ള അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഇവർ സജ്ജമായിരുന്നുവെന്നും തെളിയിക്കുന്നു. പ്രത്യേകമായ ടാർഗറ്റുകളെ കൊലപ്പെടുത്തുവാനും സമൂഹത്തിൽ ഭീതി വിതയ്ക്കുവാനുള്ള നിർദ്ദേശങ്ങൾ പാക് ഹാൻഡലർമാർ ഇവർക്ക് നൽകിയിരുന്നു. തെഹ്രീക്ക്-ഇ-താലിബാൻ ഹിന്ദുസ്ഥാൻ പോലെയുള്ള ഭീകരവാദ മുദ്രാവാക്യങ്ങൾ മതിലുകളിൽ എഴുതുവാനും അതുവഴി ജനങ്ങളിൽ ഭീതി പരത്തുവാനും ഇവർക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നു. ആദിൽ ജാഡ് അടക്കമുള്ള മറ്റ് പാക് ഗ്യാങ്സ്റ്റർമാരുമായി ഇൻസ്റ്റഗ്രാം വഴി ഇവർ ബന്ധം പുലർത്തിയിരുന്നുവെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. വിദേശത്തു നിന്നുള്ള ഈ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇന്ത്യക്കുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്ലീപ്പർ സെൽ പോലെയാണ് ഇവർ പ്രവർത്തിക്കാൻ ശ്രമിച്ചത്. ഈ സംഭവം നൽകുന്ന മുന്നറിയിപ്പ് ചെറുതല്ല. സൈബർ ലോകത്തെ ഉപയോഗപ്പെടുത്തി ഇന്ത്യയുടെ സുരക്ഷയെയും സമാധാനത്തെയും അട്ടിമറിക്കുവാൻ വിദേശ ശക്തികൾ നിരന്തരം ശ്രമിക്കുന്നുണ്ട് എന്നും അതിനായി നമ്മുടെ യുവതലമുറയെ തന്നെ അവർ കരുവാക്കുന്നുവെന്നുമാണ് ഈ കേസ് വ്യക്തമാക്കുന്നത്. രാജ്യത്തെ ഭിന്നിപ്പിക്കുവാനും ഭീകരത വളർത്തുവാനും ശ്രമിക്കുന്ന ഇത്തരം സംഘങ്ങൾക്കെതിരെ ATS നടത്തിയ സംയോജിതമായ ഇടപെടൽ വലിയൊരു ദുരന്തം ഒഴിവാക്കാൻ സഹായിച്ചു. ഡിജിറ്റൽ യുഗത്തിലെ ഈ പുതിയ തരം ഭീകരതയെ നേരിടുവാൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് കൂടുതൽ ജാഗ്രതയും അത്യാധുനികമായ സംവിധാനങ്ങളും അനിവാര്യമാണെന്ന് ഈ സംഭവം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. യുവാക്കളെ തെറ്റായ പാതയിലേക്ക് നയിക്കുന്ന ഇത്തരം ശൃംഖലകളെ വേരോടെ പിഴുതെറിയുവാൻ ശക്തമായ നിയമ നടപടികളും സാമൂഹികമായ ബോധവൽക്കരണവും ഒരുപോലെ ആവശ്യമാണ്. പാകിസ്ഥാൻ ചാരസംഘടനയായ ISI ഇന്ത്യയുടെ സുരക്ഷയ്ക്കും സമാധാനത്തിനും നേരെ നടത്തുന്ന നീക്കങ്ങളിൽ ഉത്തർപ്രദേശിന് എപ്പോഴും ഒരു പ്രധാന സ്ഥാനമാണുള്ളത്. ഇടുങ്ങിയ അതിർത്തികളുള്ള ജമ്മു കശ്മീരോ പഞ്ചാബോ പോലെയല്ല ഉത്തർപ്രദേശ്. എങ്കിലും ഈ സംസ്ഥാനത്തെ അസ്ഥിരപ്പെടുത്തുവാൻ വിദേശ ശക്തികൾ നിരന്തരം ശ്രമിക്കുന്നുവെന്നത് സുരക്ഷാ ഏജൻസികളുടെ റിപ്പോർട്ടുകളിൽ ആവർത്തിച്ച് വരുന്നുണ്ട്. ഇതിനു പിന്നിൽ കേവലം ഭീകരവാദപരമായ ലക്ഷ്യങ്ങൾ മാത്രമല്ല, ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക അടിത്തറയെ തന്നെ ദുർബലപ്പെടുത്താനുള്ള ആസൂത്രിതമായ നീക്കങ്ങളാണുള്ളത്. ഉത്തർപ്രദേശിൻ്റെ ജനസംഖ്യാപരമായ വലിപ്പവും ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിലെ അതിൻ്റെ നിർണായകമായ സ്വാധീനവുമാണ് ISIയെ UPയെ ലക്ഷ്യം വയ്ക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. ഇന്ത്യയുടെ ഹൃദയഭൂമി എന്ന് വിശേഷിക്കപ്പെടുന്ന UPയിൽ ഒരു ചെറിയ അസ്ഥിരതയുണ്ടായാൽ പോലും അത് ദേശീയ തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ളതാണ്. ഉത്തർപ്രദേശിനെ ലക്ഷ്യമിടുന്നതിന് പിന്നിലെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം വർഗീയമായ ധ്രുവീകരണമാണ്. ഇന്ത്യയിലെ ഭൂരിഭാഗം മതവിഭാഗങ്ങളും ഒത്തൊരുമയോടെ ജീവിക്കുന്ന ഈ സംസ്ഥാനത്ത് തങ്ങളുടെ കുടില തന്ത്രങ്ങൾ വഴി സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുവാൻ ISI ശ്രമിക്കുന്നു. കലാപങ്ങളോ ഭീകര ആക്രമണങ്ങളോ വഴി സമാധാനം കെടുത്തുകയല്ല, മറിച്ച് സമൂഹത്തിൽ പരസ്പര അവിശ്വാസവും വെറുപ്പും വളർത്തി ആഭ്യന്തരമായി തന്നെ രാജ്യത്തെ ദുർബലപ്പെടുത്തുവാനാണ് അവർ ലക്ഷ്യമിടുന്നത്. ഈ വെറുപ്പ് വളർത്തിയെടുക്കുന്നതിലൂടെ ഒരുതരം ആഭ്യന്തര അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുവാൻ അവർക്ക് സാധിക്കുന്നു. ഇത്തരത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന അരക്ഷിതാവസ്ഥ രാജ്യത്തിൻ്റെ വികസനത്തെയും സാമ്പത്തിക വളർച്ചയെയും പ്രതികൂലമായി ബാധിക്കുമെന്നത് ഉറപ്പായ കാര്യമാണ്. യുവതലമുറയെ ലക്ഷ്യമിട്ടുള്ള റാഡിക്കലൈസേഷനാണ് ISIയുടെ മറ്റൊരു പ്രധാന ആയുധം. സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ അതിർത്തികൾക്ക് അപ്പുറത്ത് ഇരുന്നു കൊണ്ട് തന്നെ ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ യുവാക്കളെ സ്വാധീനിക്കുവാൻ അവർക്ക് സാധിക്കും. തൊഴിലില്ലായ്മയോ മറ്റ് സാമൂഹികമായ അസംതൃപ്തികളോ ഉള്ള യുവാക്കളെ കണ്ടെത്തി സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ ചിന്താഗതിയെ മാറ്റിമറിച്ച് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നത് ISIയുടെ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പിടിയിലായ തീവ്രവാദികളിൽ ഭൂരിഭാഗവും 20-നും 30-നും ഇടയിൽ പ്രായമുള്ളവരാണ് എന്നത് ഈ വാദത്തിന് ബലമേകുന്നു. ഡിജിറ്റൽ ലോകത്തെ ഇത്തരം ഇടപെടലുകൾ വഴി
ഒരു സ്ലീപ്പർ സെൽ ശൃംഖല തന്നെ രൂപപ്പെടുത്തുവാൻ അവർ ശ്രമിക്കുന്നു. കൂടാതെ ഉത്തർപ്രദേശിൻ്റെ തന്ത്രപരമായ സ്ഥാനം പാകിസ്ഥാൻ ചാരസംഘടനകൾക്ക് പ്രധാനമാണ്. നേപ്പാളുമായുള്ള ദീർഘമായ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇത്തരത്തിലുള്ള തുറസായ അതിർത്തികൾ ഉപയോഗപ്പെടുത്തി ആയുധക്കടത്തും കള്ളനോട്ട് വിതരണവും ഭീകരരുടെ നുഴഞ്ഞുകയറ്റവും എളുപ്പമാക്കാൻ അവർക്ക് സാധിക്കും. ജമ്മു കശ്മീർ പോലെ സൈന്യം കർശനമായി കാവൽ നിൽക്കുന്ന അതിർത്തികൾ വഴി നുഴഞ്ഞുകയറുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കൂടുതൽ സുരക്ഷിതമല്ലാത്ത ഇത്തരം വഴികൾ അവർ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാനത്തിനകത്തുള്ള വലിയ നഗരങ്ങളിലെ തിരക്ക് ഭീകരർക്ക് ഒളിച്ചിരിക്കാനും ആശയവിനിമയം നടത്താനും ഒരു മറയായി വർത്തിക്കും. അവസാനമായി ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കുക എന്നതും അവരുടെ രാഷ്ട്രീയമായ അജണ്ടയാണ്. ക്രമസമാധാന നില തകർക്കാൻ സാധിച്ചാൽ സർക്കാരിൻ്റെ വികസന പദ്ധതികൾക്കും സാമ്പത്തിക സുസ്ഥിരതയ്ക്കും അത് മങ്ങലേൽപ്പിക്കും. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ഉത്തർപ്രദേശിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് ദേശീയ തലത്തിൽ സർക്കാരിനെ ദുർബലപ്പെടുത്താൻ സഹായിക്കുമെന്ന് ISI കണക്ക് കൂട്ടുന്നു. ചുരുക്കത്തിൽ ഉത്തർപ്രദേശിനെ ലക്ഷ്യമിടുന്നത് കേവലം ആക്രമണങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് ഇന്ത്യയുടെ ഐക്യത്തെയും ജനാധിപത്യത്തെയും ആഴത്തിൽ മുറിവേൽപ്പിക്കാനുള്ള ദീർഘകാല പദ്ധതിയുടെ ഭാഗമാണ്. ഈ തന്ത്രങ്ങളെ തിരിച്ചറിയാനും യുവാക്കളെ ബോധവൽക്കരിക്കാനും സംസ്ഥാനത്തെ സുരക്ഷാ സംവിധാനങ്ങളെ കൂടുതൽ ശക്തമാക്കാനും മാത്രമേ ഇത്തരം ഗൂഢാലോചനകളെ മറികടക്കാൻ സാധിക്കൂ. ഉത്തർപ്രദേശിൻ്റെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് ഏതൊരു ഭരണകൂടത്തെ സംബന്ധിച്ചും വളരെ വലിയൊരു വെല്ലുവിളിയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമെന്ന നിലയിലും അന്താരാഷ്ട്ര അതിർത്തികളുമായി ബന്ധമുള്ള സംസ്ഥാനമെന്ന നിലയിലും ഭീകരവാദികളുടെയും ISI പോലെയുള്ള വിദേശ ചാര സംഘടനകളുടെയും പ്രധാന ലക്ഷ്യമായി ഉത്തർപ്രദേശ് മാറാറുണ്ട്. ഈ പശ്ചാത്തലത്തിൽ യോഗി ആദിത്യനാഥ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തീവ്രവാദത്തെയും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെയും നേരിടാൻ വളരെ കർശനമായ സീറോ ടോളറൻസ് അഥവാ പൂജ്യം സഹിഷ്ണുത എന്ന നയമാണ് പിന്തുടരുന്നത്. തീവ്രവാദ ശൃംഖലകളെ തകർക്കാൻ സാങ്കേതികവിദ്യ, അടിസ്ഥാന സൗകര്യ വികസനം, ശക്തമായ നിയമ നടപടികൾ എന്നിവ ഒരേ സമയം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബഹുമുഖ സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഈ പോരാട്ടത്തിലെ ഏറ്റവും സുപ്രധാനമായ ചുവടുവെപ്പ് സംസ്ഥാനത്തെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് കൂടുതൽ ശക്തമാക്കിയതാണ്. മുൻകാലങ്ങളിൽ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുണ്ടായിരുന്ന ATSനെ യോഗി സർക്കാർ ആധുനികവൽക്കരിക്കുകയും വിപുലീകരിക്കുകയും ചെയ്തു. ലക്നൌവിൽ മാത്രമല്ല, ഭീകരവാദ പ്രവർത്തനങ്ങൾ നടന്നേക്കാമെന്ന് സംശയിക്കുന്ന ഗൗതം ബുദ്ധ, മീററ്റ്, സഹാൻപൂർ, അസംഗഡ് തുടങ്ങിയ വിവിധ തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ ATSൻ്റെ പ്രത്യേക കേന്ദ്രങ്ങൾ സർക്കാർ സ്ഥാപിച്ചു. ഇത്തരത്തിൽ സംസ്ഥാനത്തുടനീളം ഒരു സുരക്ഷാ വലയം തീർത്തുകൊണ്ട് ഭീകരരുടെ നീക്കങ്ങളെ തത്സമയം നിരീക്ഷിക്കാനും ഉടനടി പ്രതികരിക്കാനും സാധിക്കുന്ന ഒരു സംവിധാനമാണ് സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. ATSന് കൂടുതൽ അധികാരങ്ങളും അത്യാധുനിക ആയുധങ്ങളും സാങ്കേതിക സംവിധാനങ്ങളും നൽകിയത് അവരുടെ പ്രവർത്തനക്ഷമതയെ വർദ്ധിപ്പിച്ചു. തീവ്രവാദത്തെ നേരിടുന്നതിൽ രഹസ്യാന്വേഷണ സംവിധാനങ്ങൾക്കുള്ള പങ്ക് വലുതാണെന്ന് തിരിച്ചറിഞ്ഞ സർക്കാർ പ്രാദേശിക പോലീസും കേന്ദ്ര ഏജൻസികളും തമ്മിലുള്ള ആശയവിനിമയം കൂടുതൽ സുഗമമാക്കി. ഭീകരവാദികൾക്ക് പലപ്പോഴും പ്രാദേശിക സഹായം ലഭിക്കാറുണ്ട് എന്നതുകൊണ്ട് തന്നെ ഗ്രാമതലത്തിൽ പോലും വിവരശേഖരണത്തിന് പോലീസിനെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ സൈബർ ലോകത്ത് നടക്കുന്ന തീവ്രവാദ പ്രചാരണങ്ങളെ തടയാൻ പ്രത്യേക IT സെല്ലുകൾ പ്രവർത്തിക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെ യുവാക്കളെ റാഡിക്കലൈസ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്നതിനും അത്തരം അക്കൗണ്ടുകൾ നിരീക്ഷിക്കുന്നതിനും സർക്കാർ വലിയ മുൻഗണനയാണ് നൽകുന്നത്. ഡിജിറ്റൽ യുഗത്തിലെ ഈ പുതിയ തരം ഭീകരതയെ നേരിടാൻ സാങ്കേതിക വിദ്യയുടെ സഹായം സർക്കാർ പരമാവധി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട തന്ത്രം സംഘടിത കുറ്റകൃത്യങ്ങളും തീവ്രവാദവും തമ്മിലുള്ള ബന്ധം തകർക്കുക എന്നതാണ്. അധോലോക സംഘങ്ങൾ അഥവാ മാഫിയ ഗ്യാങ്ങുകൾ പലപ്പോഴും ഭീകരവാദികൾക്ക് സാമ്പത്തിക സഹായവും ആയുധങ്ങളും നൽകുന്നവരാണ്. യോഗി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന മാഫിയ വിരുദ്ധ നടപടികൾ പരോക്ഷമായി ഭീകരവാദികളുടെ സാമ്പത്തിക സ്രോതസ്സുകളെയും ബാധിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള മാഫിയ സംഘങ്ങളെ അടിച്ചമർത്തുകയും അവരുടെ അനധികൃത സ്വത്തുകൾ കണ്ടുകെട്ടുകയും ചെയ്തതോടെ ഭീകരവാദികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പ്രാദേശിക പിന്തുണയും സാമ്പത്തിക സഹായവും വല്ലാതെ കുറഞ്ഞു. ക്രമസമാധാനം പരിപാലിക്കുന്നതിലും കുറ്റവാളികളെ പിടികൂടുന്നതിലും പോലീസ് കാട്ടുന്ന കർശനമായ നിലപാട് അക്രമികൾക്ക് സംസ്ഥാനത്ത് സുരക്ഷിതമായ ഒളിത്താവളങ്ങൾ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. നിയമപരമായ ചട്ടക്കൂടുകൾ കർശനമായി നടപ്പിലാക്കുന്നതിലും സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. UAPA പോലെയുള്ള നിയമങ്ങൾ ഉപയോഗിച്ച് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അവരുടെ കേസുകൾ വേഗത്തിൽ വിചാരണ ചെയ്യുവാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കുന്നതിലൂടെ വലിയൊരു സന്ദേശമാണ് സർക്കാർ നൽകുന്നത്. ഇത്തരം കർശനമായ നടപടികൾക്കൊപ്പം തന്നെ സമൂഹത്തിൽ അസ്വസ്ഥതയുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെയും വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെയും ശക്തമായി നേരിടുന്നതിൽ പോലീസ് സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ സാങ്കേതിക വിദ്യയും ഭരണപരമായ നിശ്ചയദാർഢ്യവും ചേർത്ത് വെച്ച് ഭീകരവാദികൾക്ക് ഒരിഞ്ച് പോലും മുന്നേറാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്ന് ഉത്തർപ്രദേശ് സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ്
ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.